ഹായ് ഓൾ, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിപിൻ ഊർത്തെ. ഈ വരുന്ന PSC പരീക്ഷയ്ക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായും മാർക്ക് ലഭിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ് ISRO ലേറ്റസ്റ്റ് മിഷൻസ് എന്നുള്ളത്. എല്ലാ കാലത്തും ISROയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ ചോദ്യരീതികൾ അടിമുടി മാറിയിരിക്കുകയാണ്. അതായത് ഒരു ദൗത്യത്തെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും PSC ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിസ്സംശയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ക്ലാസിന്റെ നോട്ട് അത്രമാത്രം പ്രാധാന്യമുള്ളത് ആയതുകൊണ്ട് തന്നെ എംഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനലിൽ സെർച്ച് ചെയ്യുക. നേരിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ല എങ്കിൽ എംഫേവർ ലേണിംഗ് ആപ്പ് അതിൽ നിന്നും നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് മിഷൻസ്, PSCയുടെ ട്രെൻഡിങ് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണിത്. ചന്ദ്രയാൻ 1ഉം 2 ശേഷം 2 അപ്പാടെ പരാജയമായിരുന്നു. ശേഷം ചന്ദ്രയാൻ 3 ദൗത്യം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഇതിന്റെ വിക്ഷേപണം എന്ന് പറയുന്നത് 2023 ജൂലൈ 14 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഇത് വിക്ഷേപണം നടത്തിയത്. വിക്ഷേപണ വാഹനം LVM-3M4 എന്താണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്? LVM-3M4. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയ ദിവസം ഏതെന്ന് ചോദിച്ചാൽ 2023 ആഗസ്റ്റ് 5. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിക്ഷേപണ ദിവസം എന്ന് പറയുന്നത് 2023 ജൂലൈ 14. എന്നാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇത് എൻ്റർ ചെയ്തിരിക്കുന്നത് 2023 ആഗസ്റ്റ് 5 എന്നുള്ളത് ഓർക്കണം. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശമായിരുന്നു ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളത്. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം, ശ്രദ്ധിക്കണം, 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, ഏറ്റവും പ്രധാനമാണ്, ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലല്ല, പകരം ദക്ഷിണ ധ്രുവത്തില്. ഓക്കെ, സോ ദക്ഷിണ ധ്രുവത്തിലാണ് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയാൻ 3 പേടകം ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നത്. അപ്പോ 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിനമാണ് 2023 ആഗസ്റ്റ് 23. ഇതോടുകൂടി ചന്ദ്രയാൻ 3 വിജയകരമായി. ആഗസ്റ്റ് 23 ഇന്നിപ്പോൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആഗസ്റ്റ് 23 ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ്, നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് ഇത് ആചരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 ദിനങ്ങൾ. ഓക്കെ, സോ ശ്രദ്ധിക്കണം. ജൂലൈ 14 ഇവിടെ ഇരുന്ന് പഠിക്കണം. വിക്ഷേപണം അല്ലെ, ആഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എൻ്റർ ചെയ്തു. ആഗസ്റ്റ് 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രനിൽ എവിടെയാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ. ഇങ്ങനെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യപ്പെടുന്ന ആദ്യ പേടകം കൂടിയാണ് ചന്ദ്രയാൻ 3. ഇതിനു മുന്നേ ഇത്തരത്തിൽ ചന്ദ്രയാൻ ദൗത്യം അല്ലെങ്കിൽ ചാന്ദ്ര പര്യവേഷണ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ രാജ്യങ്ങളാണ് 1966 USSR അഥവാ ഇന്നത്തെ റഷ്യ ഏകദേശമൊക്കെ. അതേ വർഷം തന്നെ USA, 2013 ചൈന. അപ്പോ ഇതിനുശേഷം 4ാമതായിട്ടാണ് ഇന്ത്യ അല്ലെ ഇത്തരത്തിൽ ഒരു എന്താ പറയാ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ
ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തീകരിക്കുന്ന നാലാമത്തെ രാജ്യമാണ്. നാലാമത്തെ രാജ്യം. ഓക്കെ. എന്നാൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാ? ദക്ഷിണ ധ്രുവത്തിലാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയാണ് ഉത്തരം. ഓക്കെ. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗിലൂടെ ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ഈ ഒരു അവസരത്തിൽ ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്ന് പറയുന്നത്, ഇന്ത്യ, ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നിങ്ങളും. ഓക്കെ. അപ്പോ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങൾ നോക്കാം. ലൂണ 9 റഷ്യ 1966, സർവേയർ 1 USA 1966, അതുപോലെ തന്നെ ചാങ് 3 ചൈന 2013. ഓക്കെ. ശേഷം സോഫ്റ്റ് ലാൻഡിംഗ് നമ്മൾ നടത്തിയിരിക്കുകയാണ് 2023 ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പോയിന്റ് അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 15 മിനിറ്റിനെ ISRO ചെയർമാൻ S സോമനാഥ് വിശേഷിപ്പിച്ചത് 15 മിനിറ്റ് ഓഫ് ടെറർ എന്നാണ്. ഓക്കെ. ഇനി ചന്ദ്രയാൻ 3 ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നും റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നുമാണ്. ഓക്കെ. അപ്പൊ ചന്ദ്രയാൻ 2 നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ലാൻഡർ എന്ന് പറയുന്നത് ഈ പേടകം ലാൻഡ് ചെയ്യണമല്ലോ, ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു ലാൻഡർ. ആരാണ്? വിക്രം. തുടർന്ന് പേടകം ഇറങ്ങി കാര്യങ്ങൾ കളക്ട് ചെയ്യണമല്ലോ, അതിനു വേണ്ടിയിട്ട് റോവർ സഹായിക്കുന്നത് പ്രഗ്യാൻ. പ്രഗ്യാൻ എന്നാണ് പേര് കേട്ടോ. സോ ലാൻഡർ, വിക്രം, റോവർ, ആരാണ്? പ്രഗ്യാൻ. ഇനി ചന്ദ്രയാൻ 3 ഭാഗമായിട്ട് ആകെ പേലോഡുകളുടെ എണ്ണം 7 എണ്ണമാണ് കേട്ടോ. ലാൻഡറിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേലോഡുകൾ 4 എണ്ണമാണ്. ഓക്കെ. ആ 4 എണ്ണം ഏതൊക്കെയാണ് നമുക്ക് ആദ്യം പഠിക്കണം. ഓക്കെ. അപ്പോ ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് പേലോഡുകളുടെ പേരുകൾ കേരള PSC ചോദ്യമായിട്ടുണ്ട്. 7 പേലോഡുകളാണ് ആകെ മൊത്തം. അതിൽ 4 എണ്ണം ലാൻഡറിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ചന്ദ്രാസ് സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് അഥവാ ചാസ്റ്റെ. 2 ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി അഥവാ ILSA. ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ അഥവാ LRA. റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മ്യൂ പ്രോബ്, അതായത് രംഭ LP. ഓക്കെ. ഇത് 4 ലാൻഡറിൽ ഘടിപ്പിച്ചിട്ടുള്ള പേലോഡുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഓരോന്നിന്റെയും സവിശേഷത നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ദക്ഷിണ ധ്രുവത്തിലാണല്ലോ ചന്ദ്രയാൻ പേടകം ഇറങ്ങിയിരിക്കുന്നത് അല്ലെ. അവിടുത്തെ മൂലകങ്ങളുടെ എലമെന്റ്സ് അല്ലെ, മൂലകങ്ങളുടെയൊക്കെ താപനില അത് പരിശോധിക്കുക എന്നുള്ളതാണ് ചാസ്റ്റെ എന്ന പേലോഡിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ചാസ്റ്റെ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡറിൽ ഘടിപ്പിച്ചിരിക്കുന്ന 4 പേലോഡുകളിൽ 1 അല്ലെ, ചന്ദ്രാസ് സർഫേസ് അല്ലെ ഫോർ തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ നാമം എന്നുള്ളത് കേട്ടോ. അതും കൂടി ഒന്ന് പഠിച്ചോളാം. ഇതിന്റെ ഫുൾ ഫോം എല്ലാം പഠിച്ചോളാം. ഇനി നമുക്ക് നോക്കേണ്ടത് ILSA, ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. അതായത് ഈ പറയുന്ന ഇടങ്ങളിൽ നമ്മുടെ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിരിക്കുകയാണല്ലോ, അവിടുത്തെ ഭൂകമ്പ പ്രശ്നങ്ങളെ പറ്റി അല്ലെങ്കിൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളെ കുറിച്ചും മറ്റുമെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ തന്നെയുണ്ട് സീസ്മിക് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ. അതാണ് അവിടെ വരുന്നത്. ഇനി ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ അഥവാ LRA എന്ന് പറയുന്നത് ഈ പറയുന്ന ചന്ദ്രോപരിതലത്തിലെ ദൂരം അളക്കുന്നതിന് വേണ്ടിയിട്ട് ലേസറിന്റെ സഹായത്തോടു കൂടിയുള്ളതാണ് LRA എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മ്യൂ പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടത്തെ താപസാന്ദ്രതയും മറ്റുമെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ 4ന്റെയും സവിശേഷതകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ILSA ലാൻഡിംഗ് സൈറ്റിന് ചുറ്റുമുള്ള ഭൂകമ്പത്തെക്കുറിച്ച് പഠിക്കുകയും ചന്ദ്രന്റെ പുറം തോടിന്റെയും ആവരണത്തിന്റെ ഘടന മനസ്സിലാക്കാൻ സഹായിക്കുന്നു. LRA എന്ന് പറയുന്നത് ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രോപരിതലത്തിലെ ദൂരം കണക്കാക്കുന്നു. രംഭ LP ചന്ദ്രോപരിതലത്തിലെ വാതകവും പ്ലാസ്മ പരിസ്ഥിതിയും പരിശോധിക്കുന്നു. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന വാതകം
അതുപോലെ തന്നെ പ്ലാസ്മ പരിസ്ഥിതിയും അവിടുത്തെ പ്രധാനമായിട്ട് ടെമ്പറേച്ചർ കണ്ടീഷൻസും ഒക്കെ ഒന്ന് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അയണോസ്ഫിയർ അല്ലെ, ആ ഒരു ഇത് വരുന്നത്. അതിൽ തന്നെ രംഭ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് റേഡിയോ അനാട്ടമി അല്ലെ, റേഡിയോ അനാട്ടമി എന്നുള്ള പേര്. ഇനി അതുപോലെ തന്നെ റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അല്ലെ, അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അയണോസ്ഫിയർ അവിടുത്തെ ആ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. എല്ലാ അർത്ഥവും ഈ പറയുന്ന ഫുൾ ഫോമിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. LP ലാങ്മേ പ്രോബ്. ഓക്കെ, ഇനി റോവറിലെ 2 പേലോഡുകൾ എന്ന് പറയുന്നത്, റോവറിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേലോഡുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ ലാൻഡറിൽ 4, റോവറിൽ 2. അതായത് APXS അഥവാ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററും LIBS അഥവാ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പുമാണ് ഈ പറയുന്ന 2 എണ്ണം. അപ്പോൾ ഇവയുടെ ഒരു ഇത് എന്ന് പറയുന്നത് ഈ APXSന്റെ ഒരു സവിശേഷത ലാൻഡിംഗ് സൈറ്റിന് ചുറ്റുമുള്ള മണ്ണിന്റെയും പാറകളുടെയും മൂലഘടന നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. ഇവിടങ്ങളിൽ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം, അലൂമിനിയം, പൊട്ടാസ്യം അല്ലെ, അയൺ, അതുപോലെ തന്നെ സിലിക്കൺ, ഇരുമ്പ്, ഇരുമ്പ് അഥവാ അയൺ, കാൽഷ്യം, ടൈറ്റാനിയം എന്നിവയൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിന്റെ മൂലക ഘടന കൃത്യമായിട്ട് പരിശോധിക്കും ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ APXS. ഇനി LIBS അഥവാ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രോപരിതലത്തിലെ കെമിക്കൽ അതുപോലെ തന്നെ ധാതുക്കളുടെ ഘടനയെക്കുറിച്ച്, മിനറൽ നന്നായി മനസ്സിലാക്കാൻ മൂലകങ്ങൾ വിശകലനം ചെയ്യുന്നു. ഓക്കെ, സോ മൂലകങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന ചന്ദ്രനിലെ കെമിക്കൽ അതുപോലെ തന്നെ അവിടുത്തെ മിനറലിന്റെ ഒക്കെ ഒരു ഘടനയെക്കുറിച്ചും അതിന്റെ ആ ഒരു കോമ്പോസിഷൻ അല്ലെ, ഘടന അഥവാ കോമ്പോസിഷനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. ഏറ്റവും അവസാനമായിട്ടുള്ള പേലോഡ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡാണ്. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് അഥവാ ഷേപ്പ് എന്നുള്ളതാണ് 7ാമത്തെ പേലോഡിന്റെ പേര്. ചന്ദ്രനെ ചുറ്റുന്നതിലൂടെ വാസയോഗ്യതയ്ക്ക് അഥവാ ജീവന്റെ സാന്നിധ്യത്തിന് യോഗ്യത നേടുന്ന വിവിധ തരം സവിശേഷതകൾ പഠിക്കുകയും അവയുടെ നിരീക്ഷണത്തിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് എക്സോ പ്ലാനറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതായത് ഒന്നുമില്ല, എക്സോ പ്ലാനറ്റുകൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഇത്തരം പ്ലാനറ്റുകളിൽ എത്രത്തോളം വാസയോഗ്യത അല്ലെങ്കിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പേലോഡാണ് ഷേപ്പ് എന്ന് പറയുന്നത്. സ്പെക്ട്രോപൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. കണ്ടോ, ഹാബിറ്റബിൾ വാസയോഗ്യമായ. ഓക്കെ, അപ്പോൾ ഷേപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡാണ്. അപ്പൊ 4 പേലോഡുകളാണ് ലാൻഡറിൽ വന്നത്, 2 റോവർ, 1 പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡാണ്. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ എന്ന് പറയുന്നത് S സോമനാഥ്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുമേൽ. ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് മോഹനകുമാർ. അപ്പോ ചെയർമാൻ ഈ സമയത്ത് സോമനാഥ്, പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ, മിഷൻ ഡയറക്ടർ മോഹനകുമാർ എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പോ സാറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പോ സാറ്റ് എന്ന് പറയുന്നത്. അതായത് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. 2024 പുതുവർഷ പുലരിയിൽ, അതായത് 2024 ജനുവരി 1 ISRO നടത്തിയ ഒരു ദൗത്യമാണ് ഈ പറയുന്ന എക്സ്റേ ഉദ്വമനത്തിന്റെ, അതായത് എക്സ്റേ ഉദ്വമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ എമിഷൻസ്, അതുപോലെ തന്നെ തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എന്നിവയെ കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപണം ചെയ്ത ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അഥവാ എക്സ്പോ സാറ്റ് എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് PSLV C58 നിന്നുമാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണ വാഹനമായ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C58 നിന്നുമാണ് ഇത് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. ISROയുടെ 60ാമത് PSLV ദൗത്യമായിരുന്നു ഇത്. മിഷൻ ഡയറക്ടർ M ജയകുമാർ. ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതൊരു എക്സ്റേ പൊളാരിമീറ്റർ
സാറ്റലൈറ്റ് ആണ്. ഇവിടെ ടെലിസ്കോപ്പിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു ഉപഗ്രഹത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചു. ആരുടെ സഹായത്തോടു കൂടി? UR റാവു സാറ്റലൈറ്റ് സെന്റർ ആയിട്ടുള്ള ക്ലോസ് കൊളാബറേഷനിലൂടെയാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പോസാറ്റിന്റെ ഭാഗമായിട്ടുള്ള ടെലിസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. USA ശേഷം ഇത്തരത്തിലുള്ള പേടകം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. എക്സ്പോസാറ്റ് മിഷനോടൊപ്പം വിക്ഷേപണം ചെയ്ത പൂജപ്പുര LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT എന്ന് പറയുന്നത്. VSAT അൾട്രാ വയലറ്റ് രശ്മികളെ കുറിച്ച് മറ്റുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VSAT ഉപഗ്രഹം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പോസാറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. നിങ്ങൾ വിട്ടുകളയരുത്. ഇനി മൂന്നാമത്തെ ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യം. സൂര്യനെ കുറിച്ച് പഠിക്കുക. അതായത് പ്രധാനമായിട്ടും സൂര്യനെ കുറിച്ച് പഠിക്കുക. സൂര്യന്റെ പുറം ആവരണമായ സൂര്യന്റെ ഔട്ടർ മോസ്റ്റ് ലെയേഴ്സ് 3 എണ്ണമാണ് അല്ലെ? ഔട്ടർ മോസ്റ്റ് ലെയർ, സൂര്യന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്, അതായത് സൂര്യന്റെ അന്തരീക്ഷത്തിലെ പാളികളുണ്ട്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ പാളികൾ അല്ലെ? ഫോട്ടോസ്ഫിയർ, അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ, കൊറോണ. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച്, സൂര്യന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണ, അറ്റ്മോസ്ഫിയറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ കൊറോണയെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ സോളാർ വിൻഡ്സ്, സൗരവാദത്തെ കുറിച്ച് പഠിക്കാം അല്ലെ? അതുപോലെ തന്നെ മറ്റ് സൂര്യനിൽ നിന്നുണ്ടാവുന്ന മറ്റ് പലതരത്തിലുള്ള റേഡിയേഷൻസ് അല്ലെ? റേഡിയേഷൻസിനെ കുറിച്ച് പഠിക്കാം. അവിടങ്ങളിലെ പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാം. പലതരം പാർട്ടിക്കിൾസ് ആ അന്തരീക്ഷത്തിൽ ഉണ്ടാവും. അവയുടെ സാന്ദ്രതയെക്കുറിച്ച് പഠിക്കാം, അവയുടെ താപനിലയെക്കുറിച്ച് പഠിക്കാം, അവയുടെ ഊർജത്തെക്കുറിച്ച് പഠിക്കാം. ഇങ്ങനെ പഠനത്തിന് വേണ്ടിയിട്ടാണ്, സൂര്യനെ കുറിച്ച് പഠനത്തിന് വേണ്ടിയിട്ടാണ് ആദിത്യ L1 എന്ന ഒരു ദൗത്യം നമ്മുടെ ISRO മുന്നോട്ട് വെച്ചത്. ആദിത്യ L1 വിക്ഷേപണം നടത്തിയത് 2 സെപ്റ്റംബർ 2023. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തി 2024 ജനുവരി 6. ലക്ഷ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നോക്കിയേ, ഭൂമിയിൽ നിന്നും ഏകദേശം 1.1 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ചിയൻ പോയിന്റ് അഥവാ L1 പോയിന്റിലാണ് ഉപഗ്രഹം എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു വനിതയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് സണ്ണി ലേഡി എന്ന വിശേഷണം ഉള്ള ഒരു ലേഡിയാണ്. നിഗർ ഷാജി, സണ്ണി ലേഡി എന്നാണ് വിളിക്കുന്നത്. സണ്ണി ലേഡി സൂര്യന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്ട് ഡയറക്ടർ ആയതുകൊണ്ടാണ്. ഇനി ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൂര്യന്റെ ഏറ്റവും പുറംപാളിയായ കൊറോണ എന്നിവ നിരീക്ഷിക്കാൻ പേലോഡുകളിൽ 7 പേലോഡുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ചന്ദ്രയാനിൽ 7 പേലോഡ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആദിത്യ L1ലും 7 പേലോഡുകളാണ്. ഇവയിൽ 4 എണ്ണം സൂര്യനെ കുറിച്ചും 3 എണ്ണം L1നെ കുറിച്ചും പഠിക്കും. ലഗ്രാഞ്ചിയൻ പോയിന്റ് L1നെ കുറിച്ച് പഠിക്കും. നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, സൂര്യന്റെ അന്തരീക്ഷത്തിൽ 3 പാളികൾ. ഏറ്റവും ഉള്ളിലെ പാളിയാണ് ഫോട്ടോസ്ഫിയർ, മേലെ ക്രോമോസ്ഫിയർ, ഏറ്റവും പുറം ഭാഗത്തുള്ള പാളിയാണ് കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് അഥവാ VLC എന്ന് പറയുന്നത് കൊറോണയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ SIUT. ഇതിൽ ഇമേജിംഗ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം, സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുവാനും സൗരവാദത്തിന്റെ, സോളാർ വിൻഡ്സിന്റെ ഉത്ഭവത്തെ കുറിച്ചും ഇവിടെ പഠനം നടത്തപ്പെടുന്നു. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും. അതായത് സോളക്സ് അതുപോലെ തന്നെ ഹെൽ 1OS എന്ന് പറയുന്ന 2 പേലോഡുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിലെ എക്സ്റേസിനെ കുറിച്ച് പഠിക്കാനാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യനിലെ എക്സ്റേ വികിരണങ്ങളെ കുറിച്ച്
പഠിക്കുന്നതിന് വേണ്ടി, കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, റേഡിയേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പേലോഡുകൾ. ഏതൊക്കെയാണ്? സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും ഇനി ഇതും സോളാർ ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ്. പക്ഷെ പേര് വന്നിട്ട് ചുരുക്കി HEL-1OS അഥവാ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അപ്പോ ശ്രദ്ധിക്കണം, 7 പേലോഡുകളിൽ അല്ലെ, 7 പേലോഡുകളിൽ നമ്മൾ എന്താ പഠിച്ചത്? 7 പേലോഡുകൾ എത്രയാണ് സൂര്യനെ കുറിച്ച് പഠിക്കുന്നത്? 4 എണ്ണം. 3 എണ്ണം L1 കുറിച്ച് പഠിക്കുന്നു അല്ലെ. അങ്ങനെ നോക്കുമ്പോ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുകയും സൗര അന്തരീക്ഷത്തിലെ ഭൗതിക ശാസ്ത്രം മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഇനി L1 ലഗ്രാഞ്ചിയൻ പോയിന്റ്, അതുമായി ബന്ധപ്പെട്ട് സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ചും സൗര അന്തരീക്ഷത്തിലെ കണങ്ങളുടെ ത്വരണം മനസ്സിലാക്കാനും സഹായിക്കുന്നു. അതായത് പാർട്ടിക്കിൾസിന്റെ ത്വരണം, കണങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്ന പേലോഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, പാപ്പ. സോ വളരെ ഇമ്പോർട്ടന്റ്, പാപ്പയാണ് വളരെ ഇമ്പോർട്ടന്റ്. പ്ലാസ്മ അനലൈസർ പാക്കേജ്. ഇപ്പൊ പ്ലാസ്മ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ താപനിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. സൗരവാദം, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ പാപ്പയും അതുപോലെ തന്നെ ആസ്പെക്ട്സും സോളാർ വിൻസിനെ കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോളാർ വിൻസ്. ഓക്കെ, സൗരവാദത്തിന്റെ പ്ലാസ്മയുടെ സാന്ദ്രത, താപനില, ഘടന എന്നിവയെ അളക്കുന്നു പാപ്പ. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. എന്നാൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. ഇതും സൗരവാദത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അവിടങ്ങളിലെ ഊർജ്ജസ്വലമായ കണങ്ങളുടെ ഊർജം, ചാർജ്, പിണ്ഡം, മാസ് എന്നിവയെ അളക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് മാഗ്നെറ്റോമീറ്റർ ആണ്. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ചാണ് ഇവിടെ പഠനം നടത്തുന്നത്. അപ്പോ മൊത്തത്തിൽ 7 പേലോഡുകളാണ് ആദിത്യ L1 നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആദിത്യ L1 ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് പേലോഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്നതാണ്. ഇനി ഇൻസാറ്റ് 3DS, അതായത് ഇന്റർനാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, കാലാവസ്ഥ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം എന്നിവയ്ക്കായി ISRO വിക്ഷേപിച്ച ഇൻസാറ്റ് സീരീസിലെ ഏറ്റവും പുതിയ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്നുള്ളത്. ഇൻസാറ്റ് 3DS ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് 17 ഫെബ്രുവരി 2024 സെയിം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ്. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV F-14 ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. GSLV F-14 ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പേലോഡുകൾ 6 ചാനൽ ഇമേജർ, 19 ചാനൽ സൗണ്ടർ, ഡാറ്റ റിലേ ട്രാൻസ്പോണ്ടർ അഥവാ DRT, സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ അഥവാ SAS&R. ഓക്കെ, സോ ഈ പറയുന്ന അവയുടെ സവിശേഷത നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ബട്ട് ഉപയോഗിച്ചിരിക്കുന്ന പേലോഡുകൾ നോക്കിക്കോളൂ. 6 ചാനൽ ഇമേജർ, 19 ചാനൽ സൗണ്ടർ, ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് എയ്ഡഡ് റിസർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ. ട്രാൻസ്പോണ്ടർ എന്നുള്ള വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗഗൻയാൻ മിഷൻ ആണ്. ഇന്ത്യക്കും അവരുടെ സ്വന്തമായ കഴിവിലൂടെ തദ്ദേശീയമായി ആളുകളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ദൗത്യം പ്രഖ്യാപിക്കുന്നത് 2018 ആഗസ്റ്റ് 15-നാണ്. ഗഗൻയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം LVM-3 ആണ്. LVM-3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ISROയിലെ ഫാറ്റ്മാൻ എന്നാണ് അറിയപ്പെടുന്നത് LVM-3. അതിന്റെ ഓൾഡ് നെയിം എന്ന് പറയുന്നത് GSLV Mark 3 എന്നുള്ളതാണ് കേട്ടോ. ഗഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റഷ്യ. അതായത് റഷ്യയിൽ കൊണ്ടുചെന്നാണ് എന്ത് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ആസ്ട്രോനോട്സിന്, അതായത് ബഹിരാകാശത്ത് എത്തിക്കഴിയാൽ അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ ട്രെയിനിങ് റഷ്യയാണ് ഇന്ത്യൻ ആസ്ട്രോനോട്സിന് കൊടുത്തത്. ഫ്രാൻസ് എന്ന് പറയുന്നത് സ്പേസ് മെഡിസിനുമായി ബന്ധപ്പെട്ട് വരുന്ന സഹായം ഫ്രാൻസ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങളാണ്. ഇനി ദൗത്യത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന മലയാളി വനിത VR ലളിതാംബിക. ഓക്കെ, എന്നാൽ പ്രോജക്ട് ഡയറക്ടറും ഒരു മലയാളിയാണ്,
ആർ ഹട്ടൺ. ഗഗൻയാൻ ദൗത്യത്തിന്റെ നടത്തിപ്പിനായും സഞ്ചാരികളുടെ പരിശീലനത്തിനായും ISRO ഒരു സ്ഥാപനം കൂടി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ബംഗളൂരുവാണ് ആസ്ഥാനം. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് L110G വികാസ് എഞ്ചിനാണ്. അത്തരത്തിൽ 2 എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. L110G വികാസ് 2 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്നവർ അതിലൊരാള് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, പാലക്കാടാണ് സ്വദേശം. സിനിമാ നടി ലെനയുടെ ഭർത്താവാണ്. അതുപോലെ അജിത് കൃഷ്ണൻ, അംഗദ് പ്രതാപ്, ഗുബാൻഷു ശുക്ല. അപ്പോൾ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് ഇതിലെ മലയാളി എന്ന് പറയുന്നത് ഓർത്തിരിക്കണം. ഗഗൻയാൻ മിഷന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. 2023 ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2024 ഗഗൻയാൻ മിഷൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറയുന്നത് വ്യോമമിത്രയാണ്. വ്യോമമിത്ര വികസിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്ന ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ചന്ദ്രയാൻ 3, എക്സ്പോസാറ്റ് അല്ലെ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസാറ്റ് 3DS എന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഗഗൻയാൻ മിഷനും. ഇത്രയേ ഉള്ളൂ. നന്ദി.